ഈസ്റ്റർ ദിനത്തിൽ വീണ്ടും മാർപ്പാപ്പയുടെ സന്ദേശം സമ്പത്തിന്റെയും വിജയങ്ങളുടെയും പിന്നാലെ പോകരുതെന്നാണ് മാർപ്പാപ്പ ലോകത്തെ ക്രൈസ്തവ വിശ്വാസികളോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ നടന്ന ഉയിർപ്പ് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ വാക്കുകൾ ലോകം വളരെ പ്രാധാന്യത്തോടെയാണ് കേട്ടത്. പ്രത്യേകിച്ചും ആധുനിക കാലത്തെ പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ ആ വാക്കുകൾക്ക് വളരെയധികം പ്രസക്തിയുണ്ട്. വത്തിക്കാൻ സിറ്റി സമ്പത്തിന്റെയും വിജയങ്ങളുടെയും പിന്നാലെ പോകാതെ വിശ്വാസികൾ ദൈവത്തിനു വേണ്ടി ജീവിക്കാൻ തയ്യാറാകണമെന്ന ഈസ്റ്റർ സന്ദേശത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ വാക്കുകളെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു. ദൈവപുത്രൻ ലോകത്തിന് നൽകിയ സന്ദേശം ജീവിതത്തിൽ പകർത്തണമെന്നും മാർപ്പാപ്പ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ നടന്ന ഉയിർപ്പ് ശുശ്രൂഷയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ 100,000-ലേറെ വിശ്വാസികൾ പങ്കെടുത്തപ്പോഴാണ് മാർപ്പാപ്പയുടെ വാക്കുകൾ ഉണ്ടായത്. യേശുദേവന്റെ ഉയിർപ്പിനെ അനുസ്മരിച്ച് ലോകമെമ്പാടും ക്രൈസ്തവർ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുകയാണ്. കേരളത്തിലെ ദേവാലയങ്ങളിലും ആഘോഷപൂർവമായ പ്രാർത്ഥന ശുശ്രൂഷകളാണ് നടന്നത്. പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടന്ന ഈസ്റ്റർ ശുശ്രൂഷകൾക്കും വിശുദ്ധ കുർബാനയ്ക്കും കർദിനാൾ മാർ ബസേലിയസ് ക്ലെമീസ് കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സംസ്ഥാനത്തെ എല്ലാ ക്രൈസ്തവ ദേവാലയങ്ങളിലും പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ, ഉയിർപ്പ് ശുശ്രൂഷകളൊക്കെ ഉണ്ടായിരുന്നു. സിറോ മലബാർ സഭ ആസ്ഥാനമായ കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിൽ പുലർച്ചെ 3 മണിക്കായിരുന്നു ഉയിർപ്പ് ശുശ്രൂഷകൾ. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നടന്ന ശുശ്രൂഷകൾക്ക് ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം സൂസവാക്യം മുഖ്യ കാർമ്മികനായി. 100 കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ നടന്ന പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് യാക്കോബായ സഭാധ്യക്ഷൻ ശ്രേഷ്ഠ ബസേലിയസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയാണ് മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. കൊച്ചി സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പലിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രാർത്ഥനാ ശുശ്രൂഷ ചടങ്ങുകൾ നടന്നത്. ഏതായാലും ലോകം മുഴുവൻ ഈസ്റ്റർ ദിന ആഘോഷത്തിലാണ്. എറണാകുളം സെന്റ് മേരീസ് ബസലിക്കയിൽ നടന്ന ദിവ്യബലി തിരുകർമ്മങ്ങൾക്ക് എറണാകുളം അങ്കമാലി അതിരൂപത സഹായമെത്രാൻ ബിഷപ്പ് ജോസഫ് പുത്തൻ വീട്ടിൽ നേതൃത്വം നൽകി. ദോഹയിലെ മലങ്കര ഓർത്തഡോക്സ് ചർച്ചിൽ നടന്ന ശുശ്രൂഷകൾക്ക് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയാണ് നേതൃത്വം നൽകിയത്. കോട്ടയം പഴയ സെമിനാരിയിൽ നടന്ന ഈസ്റ്റർ ശുശ്രൂഷകൾക്ക് തിരുവനന്തപുരം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയസ് മുഖ്യ കാർമ്മികനായി. കഞ്ഞിക്കുഴി അസംഷൻ ചർച്ചിൽ നടന്ന ചടങ്ങുകൾക്ക് CSI മധ്യകേരള മഹാ ഇടവക മോഡറേറ്റർ തോമസ് കെ ഉമ്മൻ മുഖ്യ കാർമ്മികനായി.